അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോക്കിലെ സമയവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 4:35 ക്ലോക്കിലെ സമയമാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്, ആംഗിൾ എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലോക്കിലെ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യം നോക്കാം. ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മൊത്തം 360 ഡിഗ്രിയാണ്. എത്ര 360 ഡിഗ്രി. ഈ 360 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ മിനിറ്റ് സൂചിക്ക് എത്ര സമയം എടുക്കും? ഒരു മിനിറ്റ് സൂചി 12 നിന്ന് തിരിച്ച് 12 എത്തണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അതായത് 60 മിനിറ്റ്. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കുന്നത് മനസ്സിലാവും. ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ മണിക്കൂർ സൂചിക്ക് മൊത്തം മണിക്കൂർ സൂചി എത്ര 360 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ 12 മണിക്കൂർ എടുക്കും. എങ്ങനെ 12 നിന്ന് പോയി 1, 2, 3 തിരിച്ച് 12 എത്തണമെങ്കിൽ 12 മണിക്കൂർ കൊണ്ടാണ് 360 ഡിഗ്രി ഒരു മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത്. 30 ഡിഗ്രി പെർ അവർ. എത്ര 30 ഡിഗ്രി പെർ അവർ. ഈ 30 ഡിഗ്രീനെ വീണ്ടും മിനിറ്റിലേക്ക് ഒന്ന് കാണുമ്പോഴേ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0.5 ഡിഗ്രി പെർ മിനിറ്റ് എന്ന് കിട്ടും. 0.5 ഡിഗ്രി പെർ മിനിറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട ഡാറ്റ ഇതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് ക്ലോക്ക് ഇവിടെ കാണാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 4:35. നമുക്കറിയാം 4:35 പറഞ്ഞാൽ നോർമലി ഇങ്ങനെയാണ് അല്ലേ. പക്ഷേ ക്ലോക്കിൻ്റെ കേസിൽ 4:35 എന്ന് പറഞ്ഞാൽ 4-ൽ നിന്ന് സൂചി കുറച്ചുകൂടി ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. അതായത് 35 അരാന്ന് പറയുമ്പോൾ തന്നെ 5-ൻ്റെയും 4-ൻ്റെ ഇടയ്ക്കായിരിക്കും. 4:35 എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5-നോട് അടുത്തിട്ടായിരിക്കും അവർ സൂചി വരിക. അപ്പോൾ അതിനനുസരിച്ച് ആംഗിളിലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? 4-5 5 മിനിറ്റ്, 5-6 5 മിനിറ്റ്, വീണ്ടും 5 മിനിറ്റ്, മൊത്തം 15 മിനിറ്റ്. മൊത്തം എത്ര 15 മിനിറ്റ് കേട്ടോ. 15 ഡിഗ്രി 15 × 6 15 × 6 എത്ര 90 ഡിഗ്രി പെർ മിനിറ്റ്. എത്ര 90 ഡിഗ്രി ആയിരിക്കും മൊത്തം ഇതിനകത്തുള്ള ആംഗിൾ എന്ന് പറയാം. പക്ഷേ ആക്ച്വലി ആംഗിൾ അതാണോ 90 ഡിഗ്രിയാണോ? കാരണം 4-ൽ നിന്ന് വീണ്ടും സൂചി കുറച്ചും കൂടി താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആംഗിളിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എത്ര കുറഞ്ഞു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്ര കുറഞ്ഞു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മിനിറ്റ് സൂചി മൊത്തം എത്ര സഞ്ചരിച്ചു നോക്കിയാൽ മിനിറ്റ് സൂചി മൊത്തം എത്ര സഞ്ചരിച്ചു, അതായത് 12-ൽ നിന്ന് 35-ലേക്ക് എത്താൻ മിനിറ്റ് സൂചി എത്ര സഞ്ചരിച്ചു. ഇതാട്ടോ മിനിറ്റ് സൂചി എത്ര സഞ്ചരിച്ചു എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ 35 മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. എത്ര മിനിറ്റ് സഞ്ചരിച്ചിട്ട് 35 മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. 35 ഇൻറ്റു മറ്റേ ഈ സൂചിയുടെ കേസ് അവർ സൂചിയുടെ കേസിൽ എത്രയാണ് 0.5 ഡിഗ്രി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 17.5 ഡിഗ്രി. എത്രയാണ് 17.5 ഡിഗ്രി. 17.5 ഡിഗ്രി എന്ന് കിട്ടും. ഈ 17.5 ഡിഗ്രി 90 ഡിഗ്രി നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടും. 17.5 ഡിഗ്രി 90 ഡിഗ്രി നിന്ന് മൈനസ് ചെയ്ത് നമ്മൾ ആൻസർ കിട്ടും. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.